ഇടുക്കിയിലെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വലിയ വിജയപ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അതിലും ഭൂരിപക്ഷത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. എന്തായാലും LDFന്റെ ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ജോസ് പാലത്തിനാൽ നമ്മോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയിലായിരുന്നു LDF. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിൽ ഒട്ടാകെ ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലും അതുപോലെ തീരദേശ മേഖലകളിലും ടൗണുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രദേശങ്ങളിലും LDFന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. LDFന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ LDFന് ലഭിക്കേണ്ട വോട്ടുകളിൽ വന്നിരിക്കുന്ന കുറവ് അത് ആർക്കനുകൂലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് LDF ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ഇടുക്കിയിലെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇടുക്കിയിലെ ജനകീയ വിഷയങ്ങളിൽ LDF ഗവൺമെന്റ് എടുത്ത സമീപനങ്ങളും നിലപാടുകളുമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളരെ ചിട്ടയായിട്ട് ഉള്ള പ്രവർത്തനമാണ് LDF നടത്തിയത്. LDF ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിജയിക്കും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പ്രധാനമായിട്ടും ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പം എത്തിയതിനു ശേഷം നടക്കുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടുക്കിയിൽ ആ വോട്ടുകൾ കൂടി എത്തുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 1 ലക്ഷത്തിനോട് അടുത്തുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. അപ്പം കേരള കോൺഗ്രസിന്റെ ആ വോട്ടുകൾ മുഴുവനായി പോൾ ചെയ്തിട്ടില്ല എന്നാണോ? ഇല്ല, കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകളിൽ മാത്രമല്ല വോട്ടിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് കുറവ് വന്നിരിക്കുന്നത്. അത് എല്ലാ പ്രദേശങ്ങളിലും കേരള കോൺഗ്രസിന് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഇടുക്കിയിലെ മേഖലകളിലും ഇടുക്കിക്ക് വെളിയിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലും LDFന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് കിട്ടേണ്ട വോട്ടുകളിലാണ് കുറവ് വന്നിരിക്കുന്നത്. അത് കാർഷിക മേഖലയോ കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകളിലോ മാത്രമല്ല കുറവ് വന്നിരിക്കുന്നത്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഇപ്പം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ വോട്ട് UDFന്റെ പെട്ടിയിൽ വീണിട്ടുണ്ട് എന്ന്. അല്ല, അതൊക്കെ അവർ കാണുന്ന ഓരോ സ്വപ്നങ്ങളാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിന് കുറവാണ്. പക്ഷെ നല്ല ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അതേസമയം കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകളിൽ മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടിന്റെ കുറവ് വന്നിരുന്നെങ്കിൽ എല്ലാ മേഖലകളിലും ഒരേപോലെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളല്ല. കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകളിലും കുറവ് വന്നിട്ടുണ്ട്. അല്ലാത്ത ഇപ്പോൾ CPMനും ഇടതുപക്ഷ മുന്നണിക്കും സ്വാധീനമുള്ള തോട്ടം മേഖലകളിലും ഒരുപോലെ കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കേരള കോൺഗ്രസിന്റെ വോട്ടിനകത്തൊരു കുറവ് വന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ ഈ പ്രാഥമിക വിലയിരുത്തലിൽ ഒരു തരത്തിലും നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ എടുത്തു നോക്കുമ്പോൾ ഒന്ന് NDA വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം 9,000-ലധികം വോട്ട് നോട്ടയ്ക്ക് വീണിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രതിഫലിച്ചിട്ടുണ്ടോ? അല്ല, തീർച്ചയായും ഗവൺമെന്റ് പരിശോധിക്കണം. ഗവൺമെന്റ് അത് LDF നേതൃത്വം പരിശോധിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് പരിശോധിക്കും. എവിടെയൊക്കെയാണ് പോരായ്മകളും തിരുത്തലുകളും വേണ്ടത് എന്നുള്ളത് അത് നേതൃത്വം പരിശോധിച്ച് ആ കാര്യത്തിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും കൂടി UDFന്റെ ഭാഗമായിരുന്നു. അന്നും അറിയാം LDFന് വലിയ തോൽവിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി. അതുപോലെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും മുന്നിലേക്ക് വരുവാൻ ഇടതുപക്ഷത്തിന് അന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും UDF പുറകിൽ പോകുന്ന സാഹചര്യമാണ്. അത് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും അത് ഒരേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമാകുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFനേക്കാൾ കൂടുതൽ അവർക്ക് സ്വീകാര്യമായിട്ട് തോന്നിയത് UDF ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ദേശീയ തലത്തിലുള്ള മാറ്റങ്ങൾ ഒക്കെ ഒരുപക്ഷെ അതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാകാം. LDFനേക്കാൾ കൂടുതൽ UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്.
എന്തായിരുന്നാലും അത്തരം ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് ആകെ ലഭിക്കേണ്ട വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടില്ല. അത് യാഥാർത്ഥ്യമല്ല. നമ്മൾ യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച് നമുക്കൊരു കണക്കുണ്ട്. വോട്ട് നമ്മൾ പോൾ ചെയ്യുന്ന അന്ന് വരെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ച് നമ്മുടെ മുമ്പിൽ ഒരു കണക്കുണ്ട്. നമുക്ക് ഇത്ര വോട്ടുകൾ LDFന് ലഭിക്കാം എന്നുള്ള ഒരു കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതിനേക്കാൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, ഇവിടുത്തെ പ്രാദേശികമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഫലപ്രദമായി ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഭൂപതിവ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആശങ്കകൾ ഫലപ്രദമായി പരിഹരിക്കുവാനും നിയമനിർമ്മാണം നടത്തുവാനും ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പരിധിവരെയും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ. ആ വിഷയങ്ങളിലാണെങ്കിൽ ഫലപ്രദമായി ഇടപെട്ട് അതിന് കാണുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പ്രാദേശികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായി LDF ഇടപെട്ടിട്ടുണ്ട്, ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വോട്ടായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷം എങ്ങനെയായിരിക്കും ഇത് കൂടിയാലോചിക്കുന്ന തീരുമാനിച്ചത്? തീർച്ചയായും ജില്ലയിൽ മുന്നണി കൂടിയാലോചിക്കും. ഇവിടെ വന്നിരിക്കുന്ന പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കും. തിരുത്തലുകൾ വരുത്തേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളത് പരിശോധിക്കും. തീർച്ചയായിട്ടും LDF ഇക്കാര്യത്തിനകത്ത് വളരെ ഫലപ്രദമായ പരിശോധനകൾ നടത്തി ഒറ്റക്കെട്ടായിട്ട് വളരെ സജീവമായി മുമ്പോട്ട് പോകും. പൊതുരംഗത്ത് നിൽക്കും, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ ഗവൺമെന്റ് എടുക്കും. അത് ഭൂപ്രശ്നങ്ങളിലാണെങ്കിലും പട്ടയ പ്രശ്നങ്ങളിലാണെങ്കിലും ആ ഒരു നിലപാടെടുക്കും. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പോരായ്മകളെല്ലാം തൊട്ടടുത്ത് വരുന്ന ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് നികത്തി LDFന് നല്ല ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടത്തും. ഇക്കാര്യത്തിനകത്ത് LDFനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കക്ഷികൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു തർക്കമോ അങ്ങനെ ഒരു ചർച്ചയോ LDF എന്നുള്ള നിലയ്ക്ക് ഒരു തലങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും അത്തരത്തിലാണ് കേരള കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമായിട്ടൊരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തിന് ആകെ ലഭിക്കേണ്ട വോട്ടിൽ വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധിക്കും എന്ന് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് സർക്കാർ പരിശോധിക്കണമെന്നുമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.